ഇന്നത്തെ ഡേയിൽ ഞങ്ങൾക്ക് ടൂറായിരുന്നേ. അപ്പം ഞാൻ തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പം കറക്റ്റ് ടൈം ആയപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം പോകുമ്പോൾ എന്താകും എന്നൊക്കെയുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു, ഇങ്ങനെ പോകും എന്താവും എന്നൊക്കെ അത് ടെൻഷൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും വന്നു ഓക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ബസ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന്. അപ്പോൾ അതുവരെ ഞങ്ങളവരൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് എനിക്ക്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് ബസ് വന്നു. അപ്പോൾ എല്ലാവരും അവരുടെ ബാഗുകളെല്ലാം തന്നെ വണ്ടിയുടെ പുറയിൽ വെച്ചത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ സൈഡിലും വെക്കാം, കുറച്ചൊക്കെ ഒരു എക്സ്ട്രാ ഒരു ബാഗ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് എല്ലാവർക്കും സീറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മ്യൂസിക് കേട്ട് എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര എൻജോയിങ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു BEd കരിക്കുലത്തിലുള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഈ ഡാൻസൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം ശേഷം പിന്നെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ എല്ലാവരും ഇറങ്ങി. അപ്പം നല്ലൊരു ഷോപ്പായിരുന്നു അത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പം ഈ സ്ഥലം എനിക്ക് അധികം പരിചയമില്ല, പക്ഷേ നല്ല ഒരു വൈബായിരുന്നു സ്ഥലം. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പം ഇതുപോലെ നല്ല രസമായിരുന്നു, ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു ക്യാൻറ്റീനകം കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു. പിന്നീട് ചായ എല്ലാം കുടിച്ചതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ കയറി. പിന്നീട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് ഫോട്ടോസും മറ്റ് വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം പിന്നീട് ബസ്സിൽ കയറി. പിന്നീട് എല്ലാവരും സ്നാക്സൊക്കെ കഴിക്കും, എനിക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സ് എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് നേരം വീണ്ടും ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരമായിട്ട് അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന ഉടുപ്പിയിലോട്ടാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ടൈം എടുക്കും, കാരണം അടുത്ത ദിവസം പകലേ അങ്ങ് ചെല്ലത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല ട്രാവലിംഗ് ഉണ്ട് അങ്ങ് വരെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി കുറേ നേരം എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു. അതിനുശേഷം പിന്നീട് ഡിന്നർ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിനുവേണ്ടി അതും വേറെ ലൊക്കേഷനായിരുന്നു. അപ്പം ആ സ്ഥലം എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു കാണുന്നത്. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം. അപ്പോഴേക്കും ഒരു ടൈം ഒരു 7:30 എങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്, എല്ലാവരും ഇറങ്ങി. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അപ്പം അതിന് ശേഷം എല്ലാവരും അവിടെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഹോട്ടലിൽ വെളി ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. അതിനുശേഷം പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം പിന്നീട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അങ്ങനെ കുറേ നേരം പിന്നീട് ബസ്സിലിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം ഏകദേശം ഒരു 3 മണിയെങ്കിലും ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പം തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് കുറേ ടൈമിനൊടുവിൽ ഫൈനലി ഉടുപ്പി എത്തിയതിന് ശേഷം അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഫ്രഷ് ആയതിനു ശേഷം ഒരു അമ്പലത്തിൽ കയറണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പിന്നീട് ആ ഹോട്ടലെത്തി കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ ബാഗുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കറക്റ്റ് ടൈമിൽ എല്ലാവരും അവരുടേതായിട്ട് സെലക്ട് ചെയ്തു. അവരുടെ ബാഗെല്ലാം എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പിന്നെ മുന്നോട്ട് നടന്നു. അങ്ങനെ കറക്റ്റ് സമയം ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നുണ്ടായിരുന്നു.